രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ചതോടെ പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ ഉൾപ്പെടെയുള്ളവർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് തെരുവ് യുദ്ധത്തിന് സമാനമാവുകയായിരുന്നു. ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. രമ്യ ഹരിദാസ് എം പി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണാൻ പോകുന്ന സമയത്തും കൊല്ലത്തെ സ്കൂൾ സംസ്ഥാന കലോത്സവം നടന്ന സമയത്തും നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പോലീസിന് മുൻപിലൂടെ നെഞ്ചു വിരിച്ചു നടന്നതാ. ഒരു നോട്ടീസ് കൊടുത്താൽ പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യസമേതം കയറി വരുവാൻ ധൈര്യമുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റിനെ അമ്മയുടെ അരികിലെത്തിയപ്പോൾ പുലർച്ചയ്ക്ക് പോയി ജനലിൽ തട്ടി വാതിലിൽ തട്ടി വീടറ്റത്തും ചുറ്റുവട്ടം നടന്ന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത് ആ അമ്മയുടെ വേദനയിൽ പോലും നിന്നുകൊണ്ട് അതിനെ ആസ്വദിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറി എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുക. ഉദ്ഘാടനത്തിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം തുടങ്ങി. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡിന് കേടുപാടുകൾ വരുത്തി. പോലീസിന് നേരെ വലിയ തോതിൽ കല്ലേറും ഉണ്ടായി. 1 മണിക്കൂറോളം പോലീസ് സംയമനം പാലിച്ചെങ്കിലും ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ടെത്തിയതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീണിനെ പോലീസ് വളഞ്ഞിട്ടടിച്ചു. ലാത്തിചാർജ് നടത്തിയതോടെ പ്രവർത്തകർ ചിതറിയോടി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. വനിതകൾ ഉൾപ്പെടെ 10ലധികം പ്രവർത്തകർക്കും ഏതാനും പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ എം പി പ്രവീൺ, ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കേരളം ഏറെ മുന്നിലാണെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അടിസ്ഥാന മേഖലയിൽ വൻ മാറ്റങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നബാർഡിൽ നിന്നുള്ള സഹായത്തോടെ 5 കോടി രൂപ മുടക്കി നവീകരിക്കുന്ന കോട്ടയം ജില്ലയിലെ കാഞ്ഞിരം മലരിക്കൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ്. നമ്മുടെ സംസ്ഥാനം വികസന മേഖലയിൽ വലിയ കുതിപ്പ് സൃഷ്ടിക്കുന്ന കാലമാണിത്. നമ്മുടെ മുന്നേറ്റം ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്നതാണ്. എല്ലാ മേഖലയിലും നമ്മൾ രാജ്യത്ത് ആദ്യ സ്ഥാനക്കാരായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ വികസന രംഗത്തെ കുതിപ്പിന് അടിസ്ഥാനമാകുന്ന ഒരു കാര്യം നമ്മുടെ പശ്ചാത്തല മേഖലയുടെ വികസനമാണ്. പശ്ചാത്തല വികസന മേഖലയുടെ റോഡുകൾ, പാലങ്ങൾ തുടങ്ങി ഓരോ രംഗത്തും നമുക്ക് മുന്നേറ്റം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർക്കാഴ്ചയാണിത്. എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പ്രവൃത്തി ആരംഭിക്കുന്ന കാഞ്ഞിരം മലരിക്കൽ റോഡ് ഈ നാടിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. കാർഷിക പ്രദേശമാണ് ഇവിടം, ഒപ്പം ടൂറിസം സാധ്യതയുള്ള മേഖലയും. മലരിക്കൽ ആമ്പൽപ്പാടം കേരളത്തിലാകെ ഹിറ്റായ ഒരു പ്രദേശമാണ്. ടൂറിസം മേഖലയുടെ വലിയ മാറ്റം സാധ്യമായി കഴിഞ്ഞു. കുമരകം, തിരുവാർപ്പ് മേഖല ടൂറിസത്തിൻ്റെ വലിയ പങ്കുവഹിക്കുന്ന പ്രദേശങ്ങളാണ്. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയമാണിത്. പ്രാദേശിക സഞ്ചാരികൾ സർവകാല റെക്കോർഡിൽ എണ്ണം എത്തിക്കഴിഞ്ഞു. പുതിയ പുതിയ സാധ്യതകൾ നമ്മൾ വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. കാഞ്ഞിരം മലരിക്കൽ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളും തുറക്കുമെന്ന് കാഞ്ഞിരത്ത് നടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ചടങ്ങിൽ തോമസ് ചാഴിക്കാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ K മേനോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി പ്രസാദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CT രാജേഷ്, KR അജയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AM ബിന്നു തുടങ്ങിയവർ സംസാരിച്ചു. സത്യസന്ധവും സുതാര്യവുമായ മാധ്യമ പ്രവർത്തനമാണ് നാടിന് ആവശ്യമെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA. തെറ്റായ വാർത്തകൾ നൽകി ജനഹൃദയങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കണമെന്നും MLA പറഞ്ഞു.
ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്ന പ്രാധാന്യമുള്ള മേഖലയാണ് മാധ്യമരംഗമെന്നും അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി പ്രസ് ക്ലബിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ അരിക്കത്തിൽ ബിൽഡിംഗ്സിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. സത്യസന്ധമായ നമ്മുടെ പത്രപ്രവർത്തനം, സുതാര്യമായ പത്രപ്രവർത്തനം, പാർഷ്യാലിറ്റി ഇല്ലാത്ത പത്രപ്രവർത്തനം, അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25 വർഷം പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം, ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളാണെങ്കിൽ ഇവിടെ പത്രപ്രവർത്തനവും അത് 4ാമത്തെ തൂണായിട്ട് കരുതി അതനുസരിച്ചുള്ള ഒരു പ്രാധാന്യം ജനാധിപത്യ രാജ്യത്തെ പത്രങ്ങൾക്കുണ്ട്. അപ്പോൾ പത്രങ്ങൾ തീർച്ചയായും ആ വാർത്തകൾ സത്യസന്ധമായും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ക്ഷതമേൽപ്പിക്കാത്ത രീതിയിൽ, ജനങ്ങളെ ഹനിക്കാത്ത രീതിയിൽ, ജനഹൃദയങ്ങളെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള പത്രപ്രവർത്തനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിപിൻ രാജ് അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ഷിജു S. നായർ, നഗരസഭാ അധ്യക്ഷ ബീന ജോബി, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, NSS എക്സിക്യൂട്ടീവ് അംഗം S. വിനോദ്, SNDP യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി പ്ലാത്തോട്ടം, പുതുർപ്പള്ളി ജമായത്ത് പ്രസിഡന്റ് PSM ബഷീർ, പ്രസ് ക്ലബ് സെക്രട്ടറി MA സജാദ്, KCV ന്യൂസ് പ്രതിനിധി അജിമോൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 16-ന് സെക്രട്ടേറിയറ്റ് നടയിൽ കർഷക ധർണ നടത്തുന്നു. രാവിലെ 10:30-ന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ ജോസഫ് C. മാത്യു ധർണ ഉദ്ഘാടനം ചെയ്യും. നെല്ല് സംഭരണത്തിന് ബജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുക, കേന്ദ്ര സംസ്ഥാന വിഹിതമടക്കം 31 രൂപ 35 പൈസ നെല്ലുവില നൽകുക, കേന്ദ്ര സർക്കാർ താങ്ങുവില മുൻകൂറായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരമെന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്കുന്ന് അറിയിച്ചു. നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് വകയിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർദ്ധിപ്പിച്ച നെൽവിലയായ 31 രൂപ 35 പൈസ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ മുഴുവൻ നെൽകർഷകരെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെയും പാലക്കാട് കർഷക സംരക്ഷണ സമിതിയുടെയും മറ്റ് വിവിധ സമാന ചിന്താഗതികളുള്ള കർഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ധരണയും കൂടാതെ നിവേദനങ്ങളും സമർപ്പിക്കുന്നതിന് വേണ്ടി ജനുവരി മാസം 16-ാം തീയതി ചൊവ്വാഴ്ച നെൽകർഷകർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ്. പാലക്കാട് കർഷക സംരക്ഷണ സമിതിയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് സോണിച്ചൻ പുളിങ്കുന്ന് KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. കോൺഗ്രസ് മുട്ടാർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ കഴിഞ്ഞ ദിവസം നടത്തി. പുതിയ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലെസ്റ്റൺ തോമസ് ഇതേ യോഗത്തിൽ ചുമതലയേറ്റു. KPCC സെക്രട്ടറി കറ്റാനൻ ഷാജി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് പോലും ചിന്തിക്കാത്ത ഒരു തുടർഭരണം അവർക്ക് കിട്ടിയതിന്റെ ഒരു പ്രതിഫലനം നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ളവർ കഴിഞ്ഞ 2 വർഷക്കാലമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. എന്ത് തോന്നിവാസവും എന്ത് അഹങ്കാരവും ഏകകണ്ഠമായി കാണിക്കുവാൻ ഒരു ആത്മധൈര്യം അവർക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എന്ത് കാണിച്ചാലും സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി അവർക്കുണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. ആ മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പോഷക സംഘടനയായ DYFI ആയാലും കർഷക സംഘമായാലും അവരുടെ യൂണിയൻ ട്രേഡ് യൂണിയൻ ആയാലും ഒക്കെ തന്നെ എന്ത് കാണിച്ചാലും അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്. നെല്ല് സംഭരണം കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടായിട്ടില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കറ്റാനൻ ഷാജി കുറ്റപ്പെടുത്തി. യോഗത്തിൽ ബൈജു ആറുപറ അധ്യക്ഷനായിരുന്നു. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്, ജനറൽ സെക്രട്ടറിമാരായ K. ഗോപകുമാർ, തോമസ് ചാക്കോ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ജോർജ് മാത്യു പഞ്ഞിമരം, CV രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ചമ്പക്കുളം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് നടത്തി. ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജനുവരി 21 വരെ സംസ്ഥാന വ്യാപകമായി പാലിയേറ്റീവ് വാരാചരണത്തിലൂടെ വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ചമ്പക്കുളത്ത് നടത്തിയ വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രതിഫലമോ ഒന്നും ആഗ്രഹിക്കാതെ സ്വയം സന്നദ്ധരായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറെ ആളുകളാണ്. അവൻ ചേരുന്ന ഒരു സംഘടനയാണ് പാലിയേറ്റീവ് കെയർ. അറിയാം, പാലിയേറ്റീവ് കെയർ ആതുര സേവന രംഗത്ത് ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നവരാണ് പാലിയേറ്റീവ് കെയർ.
ഉള്ളത്. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഒരു മുറിക്കകത്ത് ഇരുട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അവർക്ക് പുറം ലോകം കാണാതെ അതൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ചെല്ലുമ്പോഴാണ് അവർക്ക് ഒരാശ്വാസം. നമ്മളെ കാണുമ്പോൾ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവർക്കത് വലിയൊരു ആശ്വാസമാണ്. യോഗത്തിൽ ചമ്പക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എസ് ശ്രീകാന്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സജു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ബെന്നി, വാർഡ് മെമ്പർ ഉഷ സുഭാഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. വികസിത് ഭാരത് സങ്കല്പയാത്ര കാവാലം പഞ്ചായത്ത് തല ഉദ്ഘാടനം തിങ്കളാഴ്ച നടത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്തുന്ന പരിപാടിയാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര. രാവിലെ 10:30 കാവാലം NSS സ്കൂളിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള വലിയ പോരായ്മ നിലനിൽക്കുന്നു. തങ്ങൾ അഭ്യസിച്ച അല്ലെങ്കിൽ നേടിയെടുത്ത വിദ്യാഭ്യാസത്തിന് അനുസൃതമായി തൊഴിൽ ലഭിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാറിയിരിക്കുന്ന കുറേ പേരും. തീർച്ചയായിട്ടും ആ സംസ്കാരത്തിനൊരു മാറ്റം ഉണ്ടാകേണ്ട ഒരു കാലയളവാണ്. പഠിച്ച തൊഴിൽ കിട്ടിയില്ലെങ്കിൽ പോലും തനിക്ക് വരുമാനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള തൊഴിലുകൾ കണ്ടെത്തിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ യുവജനതയ്ക്ക് കഴിയേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും കേരളം എന്ന ഈ സംസ്ഥാനം കൂടുതൽ വികസിതമായി മുന്നോട്ട് കയറാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 2 ലക്ഷത്തോളം തൊഴിൽ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ സംരംഭങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ മുമ്പേ സൂചിപ്പിച്ച പോലെ പ്രാദേശികമായ ഒരു സാമ്പത്തിക വികസനം നമ്മുടെ രാജ്യത്ത് കേരളത്തിലൊക്കെ തന്നെ ഉണ്ടാകത്തു. ഇപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റ് കുറേയേറെ പദ്ധതികൾ, ആ പദ്ധതികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഉൾക്കൊണ്ട് ബോധവാന്മാരായിക്കൊണ്ട്. യോഗത്തിൽ 4ാം വാർഡ് മെമ്പർ ലത ഓമനക്കുട്ടൻ അധ്യക്ഷയായിരുന്നു. ആന്റോ കുര്യൻ സങ്കല്പ പ്രതിജ്ഞ ചൊല്ലി. കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ പി പ്രീത, ഫെഡറൽ ബാങ്ക് കാവാലം ബ്രാഞ്ച് മാനേജർ ആനന്ദ്, SBI കാവാലം അസിസ്റ്റന്റ് മാനേജർ ഷറഫുദ്ദീൻ, കൃഷിഭവൻ പ്രതിനിധി വിജിത, അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ലാബ് പരിശോധനയും പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണവും പരിപാടിയുടെ ഭാഗമായി നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന മങ്കൊമ്പ് YMPAC ഗ്രന്ഥശാലയ്ക്ക് ആദരവ് നൽകി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാറം മാഖിയിൽ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക കേന്ദ്രങ്ങളായ ഗ്രന്ഥശാലകളെ ആദരിക്കുക എന്ന സവിശേഷമായ പരിപാടിക്കാണ് പുരോഗമന കലാസാഹിത്യ സംഘം തുടക്കം കുറിച്ചിരിക്കുന്നത്. YMPAC ഗ്രന്ഥശാലയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ആദരിക്കുന്ന ചടങ്ങിൽ പൂകാസ ഏരിയ പ്രസിഡന്റ് കുരുവിള തോമസ് അധ്യക്ഷനായിരുന്നു. ഇന്നലെ മോഹനപിള്ള സാറ് നെടുമുടി കസ്തൂർബ വായനശാല ആദരവ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിലായി കേരളത്തിലെ പഴയകാലത്തെ യൂണിവേഴ്സിറ്റികളായിരുന്ന ഗ്രന്ഥശാലകളെ ആദരിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടിലേക്കാണ് പുരോഗമന കലാസാഹിത്യ സംഘം പോകുന്നത്. എന്തുകൊണ്ടാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഞാനും നിങ്ങൾ പറഞ്ഞുള്ള എൻ്റെ പ്രായമുള്ള ആളുകളും വായനശാലകളെ ആശ്രയിച്ചുകൊണ്ട് PSC പരീക്ഷ എഴുതി. ഞാനൊക്കെ വായനശാലകളെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് PSC വന്ന് റാങ്ക് വന്ന് സർവീസിലേക്ക് വന്നിട്ടുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി V വിത്തവൻ, ജോയിന്റ് സെക്രട്ടറി KC രമേഷ് കുമാർ, വാർഡ് മെമ്പർ ശോഭന സ്നേഹാസനൻ, ലിനു ജോസഫ്, S ജതീന്ദ്രൻ, PK വേണുഗോപാൽ, ആതിര M കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനസന്ധ്യ അരങ്ങേറി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുട്ടനാട് സൗത്ത് മേഖലാ സമ്മേളനം ജനുവരി 16 ചൊവ്വാഴ്ച നടക്കും. രാവിലെ 9:30 മുതൽ ചങ്ങനാശ്ശേരി കോണ്ടൂർ റിസോർട്ടിലാണ് പരിപാടികൾ. സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 20-ന് DYFIയുടെ നേതൃത്വത്തിൽ സൃഷ്ടിക്കുന്ന മനുഷ്യ ചങ്ങലയുടെ പ്രചരണാർത്ഥം പുളിങ്ങുന്ന് മേഖലാ സംഘാടക സമിതി ഐക്യദാർഢ്യ ചങ്ങലകൾ തീർത്തു. 10 കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു പരിപാടി. വിവിധ കേന്ദ്രങ്ങളിൽ ബൂത്ത് സംഘാടക സമിതികളാണ് ഐക്യദാർഢ്യ ചങ്ങല സൃഷ്ടിച്ചത്. CPIM നേതാക്കളായ ജോസ് തോമസ്, പ്രസാദ് ബാലകൃഷ്ണൻ, NB വിൻസെന്റ്, ജോജോ ആന്റണി, ബിജിൻ ആർ ഭദ്രൻ, PC ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ പാതുവ മുട്ടാർ കുമരഞ്ചിറ സെന്റ് തോമസ് പള്ളിയിൽ വിശുദ്ധ അന്തോനിസിന്റെ തിരുനാളിന് കൊടികയറി. ഇടവകയുടെ ശതോത്തര രജത ജൂബിലി സമാപന സമ്മേളനം ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു.
ഞായറാഴ്ച രാവിലെ 6:45 മാർ തോമസ് പാടിയാത്ത് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൈകുന്നേരം 5 ശതോത്തര രജത ജൂബിലി സമ്മേളനം. ഇവിടെ ശക്തമായ ആഴമായ വിശ്വാസം ഉള്ള ഒരു ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനീയമാണ്. മാത്രമല്ല, യാത്രാ സൗകര്യം പ്രായേണ വളരെ കുറവുള്ള ഇന്ന് തീർച്ചയായിട്ടും അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ ജോസഫ് കട്ടപ്പുറം അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് ലീഗയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ വരാൻ കരമാർഗം യാതൊരു മാർഗവുമില്ല. നടന്നല്ലാതെ ഈ പള്ളിയിൽ എത്തുവാൻ മാർഗമില്ല. ഞാനിപ്പം പിതാവിനോട് പറയാറ്, ഇപ്പോൾ ഇവിടുന്ന് 12 മിനിറ്റ് കൊണ്ട് ചങ്ങനാശ്ശേരി ചെന്നെത്താൻ പറ്റും. 12 മിനിറ്റ് കൊണ്ട് ചങ്ങനാശ്ശേരി ചെല്ലും. അത്ര അധികം ഈ ഇടവക വികസന കുതിപ്പിലേക്ക് വന്നിരിക്കും. തീർച്ചയായും നമുക്ക് ഈ അവസരത്തിൽ പൂർവ്വപിതാക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ പള്ളിയിൽ സേവനം ചെയ്ത ഏറ്റവും സ്നേഹനിധികളായ വികാരി അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെല്ലാം നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. ആരാധനാ മഠം ചങ്ങനാശ്ശേരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലില്ലി റോസ്, മുട്ടാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബോബൻ ചൂരക്കുറ്റി, ജൂബിലി കമ്മിറ്റി കൺവീനർ തോമസ് ജെറോം തുടങ്ങിയവർ സംസാരിച്ചു. വൈശ്യംഭാഗം തെക്കുംതറ ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം പൂർത്തിയായി. സഹൃദയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെയായിരുന്നു വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം. വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം മുൻ അംഗൻവാടി ടീച്ചറും നാട്ടിലെ മുതിർന്ന വനിതയുമായ പൊന്നമ്മ ടീച്ചർ നിർവഹിച്ചു. നീന്തൽ മത്സരങ്ങളിൽ വെങ്കല മെഡൽ നേടിയ സഹൃദയ ഗ്രൂപ്പ് അംഗം ബിനോയ് സ്കറിയയെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രദേശവാസികളും സഹൃദയ ഗ്രൂപ്പ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. തലവടി തത്വമസി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ മകരവിളക്ക് ആഘോഷം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ ഭദ്രദീപം പ്രകാശനം ചെയ്തു. മങ്കൊമ്പിലെ വിവിധ ക്ഷേത്രങ്ങളിലും ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് ജംഗ്ഷനിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തത്വമസി സേവാ സമിതി പ്രസിഡന്റ് ശശിധരൻ നായർ അധ്യക്ഷനായിരുന്നു. ജനപ്രതിനിധികളായ അജിത് കുമാർ പിഷാരത്ത്, കൊച്ചുമോൾ ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 12:30 അന്നദാനം, വൈകിട്ട് 6:30 ദീപാരാധന എന്നിവ നടത്തി. തിങ്കളാഴ്ച വൈകുന്നേരം മങ്കൊമ്പ് പുല്ലംപില ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലേക്ക് നടത്തിയ താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി മങ്കൊമ്പ് പുളിത്തറ ശ്രീ ശിവയോഗീശ്വര ക്ഷേത്രത്തിൽ നിന്നും വൈകുന്നേരം പുറപ്പെട്ട താലപ്പൊലി ഘോഷയാത്ര മങ്കൊമ്പ് തെക്കേക്കര അയ്യപ്പ ക്ഷേത്രത്തിൽ സമാപിച്ചു. മൺചിരാതുകൾ തെളിയിച്ചും വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഒരുക്കിയുമായിരുന്നു ഭക്തജനങ്ങൾ മകരവിളക്ക് മഹോത്സവത്തെ വരവേറ്റത്. മകരം 1 വിവിധങ്ങളായ ക്ഷേത്രങ്ങളിൽ നടന്നത് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ. മന്നാർ കുരട്ടുശ്ശേരിയിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ ദേവിക്ക് പൊങ്കാല നൈവേദ്യം സമർപ്പിച്ചു. രാവിലെ 9-നും 9:10-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ക്ഷേത്രത്തിൽ സ്ഥാപിച്ച പ്രധാന അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. തുടർന്ന് 100 കണക്കിന് ഭക്തർ ദേവിക്ക് പൊങ്കാല നൈവേദ്യം സമർപ്പിച്ചു. വാദ്യമേളങ്ങളുടെയും വൈക്കുരവയുടെയും കുത്തുവിളക്കിന്റെയും അകമ്പടിയോടുകൂടി തിരുവാളേന്തിയ വെളിച്ചപ്പാടും ക്ഷേത്രം മേൽശാന്തിയും ചേർന്ന് ഭക്തർ തയ്യാറാക്കിയ നിവേദ്യത്തിൽ തീർത്ഥം തളിച്ച് പുഷ്പവൃഷ്ടിയും നടത്തി പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചു. മങ്കൊമ്പ് മുത്തുറ്റുവാക്കൽ ലക്ഷ്മി വിനായക ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങുകളും ഭക്തിസാന്ദ്രമായി. തിങ്കളാഴ്ച രാവിലെ 8-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 9:30-ന് ഗജപൂജയും തുടർന്ന് ആനയൂട്ടും നടത്തി. ആനയൂട്ടിന് ശേഷം പഞ്ചഗവ്യ നവകലശാഭിഷേകം നടത്തി. 12-നായിരുന്നു പ്രസാദമൂട്ട്. ചടങ്ങുകൾക്ക് തന്ത്രി പുതുമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വവും മേൽശാന്തി നീലമന ഇല്ലത്ത് വിഷ്ണു നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിച്ചു. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ഞായറാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു. തലവടി മാണത്തറ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ 9-ന് ക്ഷേത്രം മേൽശാന്തി ജയനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കൽ ചടങ്ങുകൾ നടന്നു. ഭണ്ഡാര അടുപ്പിൽ തയ്യാറാക്കിയ പൊങ്കൽ 10:30-ന് ഭഗവാന് നേദിച്ചു.
ഉത്സവത്തിന് മുന്നോടിയായി നടന്ന തൈപ്പൊങ്കൽ ആഘോഷത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ദേവസ്വം പ്രസിഡന്റ് ബി രമേഷ് കുമാർ, സെക്രട്ടറി ഹരിദാസ്, ഖജാൻജി സുഭാഷ് മാലിച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5785 രൂപ, പവന് 46,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്